കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമുക്കൊരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് അയൽ സ്നേഹം, മഹൽ സ്നേഹം. പുറകിൽ നിന്ന് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് പാസ്റ്റർ തിരിഞ്ഞു നോക്കി. അല്ല, ഇതാര്? അന്നാമ്മ ചേട്ടത്തിയോ? എന്തു പറ്റി ഇന്ന് ഇത്ര നേരത്തെ വരാൻ? സാധാരണ സങ്കീർത്തന വായന കഴിയുമ്പോഴാണല്ലോ വരവ്. ഇന്ന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓ, എന്ത് പറയാനാ എൻ്റെ പാസ്റ്ററെ. അച്ചായൻ അതിരാവിലെ ബിസിനസ് സംബന്ധമായ എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയി. ഇനി നാളെ നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങ് പോരുന്നു. ഞായറാഴ്ചയിലും ബിസിനസ്. എന്തേലും ആകട്ടെ, അന്നാമ്മ ചേട്ടത്തി നേരത്തെ വന്നല്ലോ എന്ന് പറഞ്ഞ് പാസ്റ്റർ സഭാ ഹാൾ തുറന്ന് അകത്ത് കയറി. അല്പസമയത്തിനുള്ളിൽ വിശ്വാസികൾ ഒട്ടുമുക്കാലും വന്നെത്തി. പതിവ് പോലെ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആരാധന തുടങ്ങി. ഗായക സംഘം പാട്ടുകൾ പാടി. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. എല്ലാവരും വളരെ ശക്തമായി കരങ്ങളടിച്ച് ആ പാട്ട് തിരിച്ചും മറിച്ചും ആവർത്തിച്ച് പാടി. കൂട്ടത്തിൽ അന്നമ്മ ചേട്ടത്തെയും പാട്ടിൽ ലയിച്ച് പാടി തുടങ്ങി. ആ ആരാധന വളരെ നേരം നീണ്ടു നിന്നു. പാട്ടിനും സങ്കീർത്തനത്തിനും സാക്ഷ്യത്തിനും വചനധ്യാനത്തിനും ശേഷം കൃത്യസമയത്ത് തന്നെ ആരാധന അവസാനിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അന്നമ്മ ചേട്ടത്തി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച തന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. രോഷാകുലയായ അന്നമ്മ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് വീട്ടിനുള്ളിൽ കയറി ഒലക്ക എടുത്തുകൊണ്ട് വന്ന് ചന്നാമ്പിന്നം അടി തുടങ്ങി. അടികൊണ്ട് അയലത്തെ മേരിയുടെ തള്ളയാട് അലറിക്കരഞ്ഞു. കലി തീരാത്ത അന്നാമ്മ അതിനെ വലിച്ചിഴച്ചു ഒരു തൂണിൽ കെട്ടിയിട്ടു. വരട്ടെ, ഉത്തരവാദിത്തപ്പെട്ടവൻ വരട്ടെ. ഇന്നിതിന് പരിഹാരം കാണാതെ ആടിനെ കൊടുക്കുന്ന പ്രശ്നമില്ല. ആടിൻ്റെ അലമുറ കേട്ട് മേരി ഓടി വന്നു. അപ്പോഴും അന്നാമ്മ കലി കൊണ്ട് വിറയ്ക്കുകയാണ്. വിറച്ചുകൊണ്ട് പറഞ്ഞു, മഴയില്ലാഞ്ഞിട്ട് എത്ര ദൂരം പോയി വെള്ളം ചുമന്നുകൊണ്ട് വന്ന ഈ മരിച്ചിനി കമ്പ് ഇത്രയും വലുതാക്കിയത്? ഞാൻ ആരാധനയ്ക്ക് പോയ സമയത്ത് വർക്കത്തില്ലാത്ത നിൻ്റെ ആട് വന്ന് എല്ലാം തിന്നുകളഞ്ഞു. നീ അങ്ങോട്ട് നോക്ക്, നഷ്ടപരിഹാരം തരാതെ ഞാൻ ആടിനെ തരില്ല. അത്രയ്ക്ക് കഷ്ടപ്പെട്ടതാ. മേരി ആവത് പറഞ്ഞിട്ടും അന്നാമ്മ വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. അവസാനം അന്നാമ്മ ചേട്ടത്തി ആവശ്യപ്പെട്ട 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ തൻ്റെ കയ്യിൽ മകളുടെ ഫീസ് കൊടുക്കാൻ വച്ചിരിക്കുന്ന 500 രൂപയേ ഉള്ളൂ. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും 500 രൂപ വാങ്ങി അന്നാമ്മ ചേട്ടത്തി ആടിനെ വിട്ടുകൊടുത്തു. മകൾക്ക് ഫീസ് കൊടുക്കാൻ 1000 രൂപ വേണം. ആടിൻ്റെ പാൽ വിറ്റ് 500 രൂപ ഒപ്പിച്ചു വച്ചത് ഇങ്ങനെയായി. നാളെ ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസമാണ്. അടച്ചില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിടും. അതോടെ അവളുടെ പഠിത്തവും കഴിയും. മോളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? മേരിയുടെ ഹൃദയം വിതുമ്പി. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. താൻ ഇന്ന് രാവിലെ വായിച്ച വേദവാക്യം മേരി ഓർത്തു. അല്പസമയം ദൈവസന്നിധിയിൽ തൻ്റെ സങ്കടം ബോധിപ്പിച്ചു മേരി പ്രാർത്ഥിച്ചു. കർത്താവെ, ഒരു വഴി തുറക്കണമേ. അന്നാമ്മയുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സമയമായി. ഇച്ചായൻ നാളെയേ വരൂ എന്ന് പറഞ്ഞാണ് പോയത്. അന്നാമ്മ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനിരുന്നു. പാട്ടുപുസ്തകം എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. പാടാൻ കഴിയുന്നില്ല. ബൈബിൾ വായിക്കാമെന്ന് വച്ചപ്പോൾ അതിനും കഴിയുന്നില്ല. എന്തോ ഒരു വലിയ ഭാരം തൻ്റെ മേൽ വച്ചതുപോലെ തോന്നുന്നു. പെട്ടെന്ന് ഇന്ന് രാവിലെ പാടി ആരാധിച്ച പാട്ട് തൻ്റെ ഓർമ്മയിൽ വന്നു. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. താനൊന്ന് ഞെട്ടി. തനിക്കതിന് കഴിഞ്ഞോ? പാടി ആരാധിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞില്ല. ഒരു ദയയുമില്ലാതെയല്ലേ മേരിയുടെ ആടിൻ്റെ കാല് തല്ലിയൊടിച്ചത്? അതും പോരാന് മകൾക്ക് ഫീസ് കൊടുക്കാൻ വച്ചിരുന്ന 500 രൂപയും താൻ വാങ്ങി. എന്തൊരു ക്രൂരത! അന്നാമ്മ ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി ഉറങ്ങാൻ കിടന്നു. എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. വേദന കൊണ്ട് പുളയുന്ന ആടിൻ്റെ രംഗം, കൈകൂപ്പി തന്നോട് കെഞ്ചുന്ന മേരിയുടെ മുഖം ഒന്ന് മാറി നിന്ന് മനസ്സിൽ തെളിയുകയാണ്. സ്വസ്ഥത നഷ്ടപ്പെട്ട് അന്നാമ്മ ചാടി എഴുന്നേറ്റു. മാപ്പിനായി ദൈവത്തോട് അപേക്ഷിച്ചു. മാത്രമല്ല, അവൾ ചില തീരുമാനങ്ങളും എടുത്തു. പിന്നെ എത്ര നേരം ഉറങ്ങിയെന്ന് അറിയില്ല.
നേരം വെളുത്തപ്പോൾ അന്നാമ്മ മേരിയുടെ വീട്ടിലോട്ട് ഓടി. മേരിയെ വിളിച്ചുണർത്തി. ബാക്കി രൂപ വാങ്ങാൻ വന്നതാണോ എന്ന് കരുതി മേരി കതക് തുറക്കാൻ മടിച്ചു. വേഗം തുറക്ക് മേരി. നീ എന്നോട് ക്ഷമിക്കുമോ? അതൊരു തേങ്ങലായിരുന്നു. താൻ കൊണ്ടുവന്ന കവർ മേരിയുടെ കയ്യിൽ കൊടുത്തിട്ട് അന്നാമ്മ പറഞ്ഞു, ഇത് 1000 രൂപയുണ്ട്. മകളുടെ ഫീസ് ഇന്ന് തന്നെ അടയ്ക്കുക. നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ, പഠനം മുടക്കേണ്ട. മേരി അന്നാമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ക്ഷമ ചോദിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കി കരഞ്ഞു. കാര്യമറിയാതെ കടന്നു വന്ന അന്നാമ്മയുടെ അച്ചായൻ ആ രംഗം കണ്ടു പകച്ചു നിന്നു. അവർ മൂവരും ചേർന്ന് പാടി, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. പ്രിയ ദൈവമക്കളാകുന്ന നാമം ദൈവസ്നേഹത്തിൽ തന്നെ മറ്റുള്ളവരോട് പെരുമാറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.